നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ഉത്രാടം. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് ഓണത്തോട് വളരെയേറെ ബന്ധപ്പെട്ട ഒരാഘോഷത്തെക്കുറിച്ച് പറയാം. ഓണമെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ഒന്നാണ് ഓണസദ്യ. അതിൽ തന്നെ ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തിൻ്റെ മാമാങ്കം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളസദ്യ. ഉത്രാട ദിനത്തിൽ ഇന്ന് നമുക്ക് ഒരു സദ്യ ഉണ്ണാം. ആറന്മുള വള്ളസദ്യ. ഇത് എൻ്റെ ഒരു നല്ല സുഹൃത്തായ ആറന്മുളയിലെ പ്രേംകുമാർ കോയിപ്രത്തിൻ്റെ കുടുംബം നടത്തിയ വള്ളസദ്യയുടെ കാഴ്ച. പ്രേമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആറന്മുള അശോകിൻ്റെയും സഹായത്തോടെ ചാനൽ 5+ പകർത്തിയ കാഴ്ചകൾ ഇത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അഭിലാഷ് വി പിള്ളയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ ഈ ആറന്മുള വള്ളസദ്യയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്, വള്ളംകളിയുടെ സമയമാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്ത് പറയാൻ യോഗ്യനായ ഒരാൾ താങ്കളാണ് എന്നാണ് എൻ്റെ സുഹൃത്ത് പ്രേം എന്നോട് നിർദ്ദേശിച്ചത്. അതനുസരിച്ചാണ് താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാം എന്ന് വിചാരിച്ചത്. ഈ ആറന്മുള വള്ളം കളിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഇപ്പം നമ്മൾ കലാസാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം, അതും ആനകളുടെയും അതുപോലെ പൂരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലോക പ്രശസ്തി നേടിയ കാര്യമാണ്. അതേമാതിരി തന്നെ പ്രശസ്തമായ ഒരു കാര്യമാണ് ആറന്മുള വള്ളംകളി. അത് കരിവീരൻ കരയിലാണെങ്കിൽ ഇത് ജലാശയത്തിലാണ് കരിവീരൻ എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. നെറ്റിപ്പട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വള്ളത്തിന് നെറ്റിച്ചാർത്തുണ്ട്, അതിന് കൂമ്പുണ്ട്, പറയുണ്ട്. അതിൻ്റെ ആകാരഭംഗിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ജലാശയത്തിൽ നടക്കുന്ന പൂരമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേളയെന്ന് നമുക്കൊന്ന് പറയാം. ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടൂർ മങ്ങാട്ടുപട്ടതിരി കാല് കഴിച്ചൂട്ടെന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തുന്ന എല്ലാ വർഷവും അത് നടത്താറുണ്ട്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട അനിമേനിയ നടത്തുമ്പോൾ ഒരു പ്രാവശ്യം ആരെയും അതിൽ പങ്കെടുക്കാൻ എത്താത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം മനമുരുകി തിരുവാറന്മുളയപ്പനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ബാലകൻ വരികയും ഇത് വന്ന് ഇതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് പോവുകയുണ്ടായി. അപ്പോൾ അന്ന് രാത്രിയിൽ പുള്ളി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനിയും തുടർ വർഷങ്ങളിൽ എനിക്കുള്ള വിഭവങ്ങൾ അങ്ങ് അമ്പലത്തിൽ കൊണ്ടെത്തിച്ചാൽ മതി എന്നുള്ള ഒരു ദിവ്യദർശനം പുള്ളിക്കുണ്ടാവുകയും അതിൻ്റെ അനുകരണം എന്നോളം, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു ദിവ്യദർശനത്തിൻ്റെ വെളിച്ചത്തിൽ തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം അത് അമ്പലത്തിൽ വിഭവസമൃദ്ധമായ, അതായത് പച്ചക്കറി, അതുമായിട്ട് ബന്ധപ്പെട്ട പലവ്യഞ്ജനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുള്ളി വള്ളത്തിൽ അമ്പലത്തിലെത്തിക്കുന്ന പതിവുണ്ടായി. അങ്ങനെ ഈ പതിവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ അതിനെ എതിർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനൊരു അപകടവും സംഭവിക്കാത്ത വിധത്തിൽ അതിന് ചുറ്റുപാടുമുള്ള കരകളിൽ നിന്ന് ആളുകൾ ചെങ്ങാടങ്ങളിലും അതുപോലെ വള്ളങ്ങളിലും ഇതിൽ അകമ്പടി സേവിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ആരംഭിച്ചു. ഒരു കുഴപ്പവും ഇല്ലാതെ ഇത് ഭംഗിയായിട്ട് അങ്ങ് എത്തിച്ചേരണമെന്നുള്ള ഒരു ഇതിൻ്റെ വെളിച്ചത്തിൽ. അപ്പം അത് തുടർച്ചയെന്നോണം കാലക്രമേണ പള്ളിയോടങ്ങളിലേക്ക് രൂപാന്തരം പ്രാപിച്ച് എല്ലാ കരകളിലും പള്ളിയോടങ്ങൾ ക്രമാതീതമായി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ചടങ്ങ് ശരിക്കും ആരംഭിച്ചത്. അത് കാലക്രമേണ ആറന്മുള ഉത്രട്ടാതി ഘോഷയാത്ര, അതുപോലെ തന്നെ അത് ജലമാമാങ്കത്തിലേക്ക് പരിണമിക്കുകയാണ് ഉണ്ടായത്. വള്ളസദ്യ
വളരെ പ്രസിദ്ധമാണ്. അതേക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? നമ്മളുടെ സാധാരണ സദ്യയിൽ നിന്നും വ്യത്യസ്തമായി ആറന്മുള വള്ളസദ്യയുടെ വിഭവങ്ങൾ, പല രീതിയിലുള്ള വിഭവങ്ങൾ നമുക്കവിടെ കാണുവാനും പറ്റും. അതുപോലെ തന്നെ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെയും ഒരുപാട് എണ്ണം, ഒരു ഇല നിറച്ച് വിഭവങ്ങളുണ്ടാകുന്ന, അതും മനസ്സറിഞ്ഞ് ഭക്തൻ ഒരു ഭക്തിപുരസരമായ അന്തരീക്ഷത്തിൽ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടാണ്. അപ്പോൾ അതതിൻ്റെ പൂർണ്ണതയിൽ, അതായത് വള്ളത്തിൽ വരുന്ന ആളുകൾ അവരതിൽ പങ്കെടുത്ത് പാടി നമ്മൾ ഭഗവാനെ സ്തുതിച്ച്, അതുപോലെ തന്നെ അതിൽ സദ്യയിൽ പങ്കെടുക്കുമ്പോൾ പാടി ചോദിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ പാടി ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അന്നേരം തന്നെ കൊടുക്കണം. തിരുവാറന്മുളയപ്പൻ ആ സദ്യയിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അപ്പം പറയുന്ന കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആ വഴിപാട് അർപ്പിക്കുന്ന ഭക്തൻ്റെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാടി ചോദിക്കുന്ന സമയത്ത് അത് അന്നേരം തന്നെ അവിടെ കൊണ്ടെത്തിക്കുകയും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കുകയുമാണ് ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാനം. സ്വന്തമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനൊരു വള്ളമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ വള്ളത്തിന്റെ പേരെന്താണ്? ഇടനാട് എന്നാണ് നമ്മുടെ വള്ളത്തിന്റെ പേര്. ഇടനാട് ചുണ്ടൻ വള്ളം. ഈ വള്ളസദ്യക്ക് പാടുന്ന പള്ളിയോടും പാട്ടിനെ കുറിച്ച് ഒരു പാട്ട്, അതിന്റെ ഒരു ശകലം ഒന്ന് പാടാൻ പറ്റുമോ? വള്ളസദ്യക്ക് നമ്മൾ വള്ളത്തിൽ വരുന്നു, നമ്മളെ എതിരേൽക്കുമ്പോൾ ഒരു പാട്ട്, അതേമാതിരി തന്നെ നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ നിന്നുമ്പം അവിടെ പാടുന്ന പാട്ട്, ഇതിനെല്ലാം പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ സദ്യ ആരംഭിക്കുമ്പോൾ, അത് തുടങ്ങുമ്പോൾ പാടി ചോദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സദ്യയ്ക്ക് ശേഷം നമ്മൾക്ക് തൃപ്തിയായെന്ന് ഭഗവാനെ അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയുള്ള പാട്ടുകൾ, അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പല പാട്ടുകളും പാടാനായിട്ടുണ്ട്.
ഇത് ത്രൂ ഔട്ട്, അതായത് വള്ളം നമ്മൾ നമ്മുടെ കരയിൽ നിന്ന് എടുക്കുമ്പോൾ മുതൽ ദക്ഷിണ സ്വീകരിച്ച്, വെറ്റപ്പൊയില സ്വീകരിച്ച് ദക്ഷിണ വാങ്ങി അമ്പലത്തിൽ ചെന്ന് തിരിച്ചു വരുന്നിടം വരെയും ഈ പാട്ട് അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കും. പാട്ടിൻ്റെ ഒരു 4 വരി പാടാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ സാധാരണ പാട്ട് ആരംഭിക്കുന്നത് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. ഇപ്പം അതിനെ 2 വരി പാടുക ആണെങ്കിൽ, മലർബാണരിഭൂദേവൻ ദൈതൈതോ മലർബാണരിഭൂദേവൻ ദിത്തത്താദിത്തൈതൈ മലർബാണരിഭൂദേവൻ മദയാന വടിവായി മലമകളോടും കൂടി മരുവും നാളിൽ. അപ്പൊ അങ്ങനെയുള്ള അതിനനുസരിച്ച് അതിന്റെ ശീലം നമ്മുടെ കൂടെയുള്ള ആളുകൾ ഏറ്റുപാടും. അപ്പം ആ ശൈലി എന്ന് പറയുന്നത് നമ്മൾ വള്ളത്തിന്റെ തുഴച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ഒരു വൃത്തത്തിൽ ചിട്ടപ്പെടുത്തിയ കവിതകളാണ്, അതായത് വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് തുഴയാനും അതിൻ്റെ ആ ഒരു താളത്തിൽ വള്ളം മുന്നോട്ട് പോകാനും ഉള്ള ഒരു ആയാസം നമുക്ക് പെട്ടെന്ന് കിട്ടും. വള്ളത്തിലെ നിർമ്മാണത്തിൽ പോലും ഒരുപാട് പിന്നെ ഈ വ്രതശുദ്ധിയോട് കൂടിയിട്ടാണ് എല്ലാവരും വള്ളം. അതെ അതെ അതെ, ഇത് നമ്മളെ വള്ളം ആഞ്ഞിലിത്തടിയിലാണ് തച്ചനുണ്ടാകുന്നത്. അത് അതെ, അത് ആദ്യമേ തന്നെ നമ്മൾ ഇപ്പം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആഞ്ഞിലിത്തടി അവിടെ നമ്മളൊരു ഭക്തിപുരസരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് വൃക്ഷത്തിനോട് ചോദിക്കുമെന്നാണ് പറയുന്നത്. സമ്മതം ചോദിച്ചതിന് ശേഷം അത് നമ്മൾ മുറിച്ച് എടുക്കുന്നു. പിന്നീട് അങ്ങനെയാണ് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ. പിന്നെ അതിൻ്റെ ലക്ഷണം പറയുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാകുക, അതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തോടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വലിയ സന്തോഷം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.